ജാനുവിന് പുതുവത്സര സമ്മാനം ഒരുക്കി പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്തിലെ ഇടതു ഭരണസമിതി. കഴിഞ്ഞ കോൺഗ്രസ് ഭരണസമിതി പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരിയായ ജാനുവിനെ പുറത്താക്കിയിരുന്നു. ജാനുവിനെ അതേ ജോലിയിൽ തന്നെ പുതിയ ഇടതു ഭരണസമിതി തിരിച്ചെടുത്തു. 55-കാരിയായ എലപ്പുള്ളി മണ്ണൂക്കാട് സ്വദേശി ജാനുവിന് ഇത് രണ്ടാം ജീവിതമാണ്. അസുഖബാധിതനായ സഹോദരന്റെ ചികിത്സാ ചെലവിനും സഹോദരന്റെ മകന്റെ കല്യാണത്തിനും ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത സമയത്താണ് ജോലി നഷ്ടമായത്. എലപ്പുള്ളി പഞ്ചായത്തിലെ താൽക്കാലിക സ്വീപ്പറായിരുന്നു ജാനു. കോൺഗ്രസ് ഭരണസമിതി പുറത്താക്കിയ ജാനു കഴിഞ്ഞ 5 വർഷം ജോലികളില്ലാതെ കഷ്ടപ്പാടിലായിരുന്നു. നമ്മൾക്കത് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരാഴ്ച ഇവിടെ ഇരുന്നതാണ്. അവർ തന്നില്ല. എന്നിട്ട് ഞാൻ വേറെ എന്തെങ്കിലും ആക്കി തരാൻ പറഞ്ഞു. എന്നിട്ടും അവർ തന്നില്ല. എനിക്ക് അതിനും അത്രത്തോളം ഉള്ളൊരു കഷ്ടപ്പാട് കൊണ്ടാണ് അവരിനോട് അത്രയും ഇതായത്. അവരതിനെ സമ്മതിച്ചില്ല. ഇവിടെ എവിടെയും വേണ്ട പറഞ്ഞു. അത് ഭയങ്കര സങ്കടമായിട്ടുള്ളൊരിതായി. എലപ്പുള്ളി പഞ്ചായത്തിൽ പുതുതായി ഭരണത്തിൽ കയറിയ LDF ഭരണസമിതി അതേ ജോലിയിൽ ജാനുവിനെ തിരിച്ചെടുത്തു. പാവപ്പെട്ട ജനങ്ങളോട് കഴിഞ്ഞ കോൺഗ്രസ് ഭരണസമിതി കാണിച്ച വഞ്ചനയുടെ ഇരയാണ് ജാനു എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു പറഞ്ഞു. കഴിഞ്ഞ 5 വർഷക്കാലം വേറൊരു ജോലിയും എടുക്കാതെ പ്രതീക്ഷയോടുകൂടിയാണ് അമ്മ കാത്തിരുന്നത്. അതുപോലെ തന്നെ അന്ന് പിരിച്ചുവിടുമ്പോഴും ഇവിടുത്തെ പുരോഗമന പ്രസ്ഥാനങ്ങൾ DYFI പോലുള്ള സംഘടനകൾ ഇവിടെ തന്നെ ദിവസങ്ങളോളം ഈ ജാനു ഒറ്റയാൻ സമരങ്ങൾ നടത്തി അതിന് പിന്തുണ അറിയിച്ചിട്ടും ഒരു മനസ്സിലൊരു അലിവിൻ്റെ ഒരു അംശം പോലും കോൺഗ്രസിന് BJPയോ അതുപോലെ തന്നെ അവരുടെ നേതൃത്വം കൊടുത്ത ശ്രീമതി രേവതി ബാബുവിനുണ്ടായില്ല. പഞ്ചായത്തിൽ ജാനുവിനെ പൊന്നാടയണിയിച്ച് ജോലിക്ക് പ്രവേശിപ്പിച്ചു. ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR സുരേഷ് കുമാർ, CDS ചെയർപേഴ്സൺ M നസീമ, DYFI പുതുശ്ശേരി ബ്ലോക്ക് സെക്രട്ടറി R മിഥുൻ, LDF ഭരണസമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. സച്ചിൻ വള്ളിക്കാട്, കൈരളി ന്യൂസ്, പാലക്കാട്.